ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സ്റ്റിച്ചിങ് ലാബ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലീഫുകൾ എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്നാണ്. നമുക്ക് പല രീതിയിൽ ലീഫ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അതിന് മുമ്പ് ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. നാളെ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുപോലെ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യണേ. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്തെടുക്കണമെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഫിഷ് ബോൺ സ്റ്റിച്ച് വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതിനായിട്ട് നമ്മളിത് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒരു ലൈന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. ഇതിനായിട്ട് നമ്മളിതാ ഈ ഒരു ലീഫിൻ്റെ മുകളിൽ നിന്ന് ഇതുപോലെ നീഡിലിനെ ഒന്ന് പൊക്കിയെടുക്കാം. ശേഷം നമ്മളിതാ ഈ ഒരു സെൻറ്ററിലേക്ക് ആക്കിയിട്ട് നീഡിലിനെ താഴേക്ക് ഇതുപോലെ ഒന്ന് കുത്തിയിറക്കാം. ശേഷം നമുക്ക് ഈ ഒരു നീഡിലിനെ നമ്മൾ മുകളിൽ സ്റ്റിച്ച് ചെയ്തതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇതുപോലെ ഒന്ന് പൊക്കിയെടുക്കാം. എന്നിട്ട് നമ്മളിതാ ഇപ്പോൾ താഴെ സെൻറ്ററിൽ സ്റ്റിച്ച് ചെയ്തതിൻ്റെ അടുത്തായിട്ട് നീഡിലിനെ താഴേക്കൊന്ന് കുത്തിയിറക്കാം. വീണ്ടും നമ്മളിത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇതിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് നീഡലിനെ ഇതുപോലെ ഒന്ന് പൊക്കിയെടുക്കാം. എന്നിട്ട് നമ്മളിത് ഈ സെൻറ്ററിൽ കുത്തിയതിൻ്റെ തൊട്ട് താഴെയായിട്ട് നീഡലിനെ താഴേക്കൊന്ന് കുത്തിയിറക്കാം. അപ്പോൾ നമുക്കിതേപോലെ ഇത് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ലീഫ് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്കിത് സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിനായിട്ട് നമ്മളിതാ ഈ ഒരു ലീഫിൻ്റെ താഴേന്ന് ഇതുപോലെ നീഡിലിൽ നിന്ന് പൊക്കിയെടുക്കാം. എന്നിട്ട് ഈ ലീഫിൻ്റെ മുകൾ ഭാഗത്തേക്ക് നീഡിലിനെ കുത്തിയിട്ട് താഴേക്കൊന്ന് കുത്തിയിറക്കാം. ശേഷം നമുക്ക് ഈ ഒരു നീഡിലിനെ ഈ ലീഫിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് ഇതുപോലെ ഒന്ന് പൊക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ താഴെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നീഡിലിനെ താഴേക്കൊന്ന് കുത്തിയിറക്കാം. നമുക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നീഡിലിനെ ഇതുപോലെ ഒന്ന് മുകൾ ഭാഗത്തു നിന്ന് പൊക്കിയെടുക്കാം. എന്നിട്ട് താഴെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ നീഡിലിൽ നിന്ന് കുത്തിയിറക്കാം. ഇതുപോലെ നമുക്കിത് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിതാ ഈ ലീഫും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത ലീഫ് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ അടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മളിതാ ഇതുപോലെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഫ്ലൈ സ്റ്റിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിനായിട്ട് നമ്മളിതാ നീഡിലിനെ ഈ ഒരു ലീഫിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് ഇതുപോലെ ഒന്ന് പൊക്കിയെടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ സെൻറ്ററിലേക്ക് ആക്കിയിട്ട് നീഡിലിനെ താഴേക്കൊന്ന് കുത്തിയിറക്കാം. ഇത് നമ്മൾ ഫിഷ് ബോൺ സ്റ്റിച്ച് ചെയ്യണ പോലെ തന്നെയാണ് ഏകദേശം വരുന്നത് കേട്ടോ. ഇതിൻ്റെ സെൻറ്ററിൽ ചെറിയൊരു കെട്ടിട്ട പോലെയാണ് വരുന്നത്. അതാണ് ഈ രണ്ട് സ്റ്റിച്ചും തമ്മിലുള്ള ഡിഫറൻസ് കേട്ടോ. ശേഷം നമുക്ക് നീഡിലിനെ ഈ ഒരു ലീഫിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ കുറച്ച് താഴെയായിട്ട് നീഡിലിനെ ഒന്ന് പൊക്കിയെടുക്കാം. ശേഷം നമുക്ക് ഈ ഒരു ലീഫിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇതുപോലെ നീഡിലിനെ ഒന്ന് കുത്തിയിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ തൊട്ട് താഴെയായിട്ട് നീഡിലിനെ ഇതുപോലെ ഒന്ന് കുത്തിയിട്ട് ആ ഒരു ത്രെഡിൻ്റെ ഉള്ളിലൂടെ നമുക്കിതൊന്ന് വലിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിതാ ഇതുപോലെ കിട്ടും. എന്നിട്ട് നമുക്കിതാ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നീഡിലിനെ താഴേക്കൊന്ന് കുത്തിയിറക്കാം. വീണ്ടും നമുക്ക് ഈ ഒരു ലീഫിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് ഇതുപോലെ ഒന്ന് നീഡിലിനെ പൊക്കിയെടുക്കാം. എന്നിട്ട് നമ്മളിതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നീഡിലിനെ ഇതുപോലെ ഒന്ന് കുത്തിയിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് കുറച്ച് താഴെയായിട്ട് നീഡിലിൽ നിന്ന് ഇതുപോലെ കുത്തിയിട്ട് നമ്മൾ ആ ഒരു ത്രെഡിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നീഡിലിനെ ഇതിന് താഴേക്കൊന്ന് കുത്തിയിറക്കാം. ഇതുപോലെ നമുക്കിത് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കാം. ഇതിനായിട്ട് നമ്മൾ നേരത്തെ ലൈൻ ഇട്ട് കൊടുത്ത പോലെ തന്നെ ഇതിൻ്റെ സെൻറ്ററിൽ ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതിനായിട്ട് നമ്മളിതാ ഈ ഒരു നീഡിലിനെ ഈ ലീഫിൻ്റെ താഴെ ഇതുപോലെ ഒന്ന് പൊക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് നീഡിലിനെ ഇതുപോലെ ഒന്ന് കുത്തിയിട്ട് ഇതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് നീഡിലിനെ ഇതുപോലെ കുത്തി വെച്ചിട്ട് ആ ഒരു ത്രെഡ് നമ്മൾ ആ ഒരു നീഡിലിൽ ചുറ്റിയിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കാം. നമുക്ക് അടുത്ത സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇതുപോലെ നീഡിലിനെ ഒന്ന് കുത്തിയിട്ട് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത ആ ഒരു സൈഡിലേക്ക് തന്നെ നീഡിലിനെ ഇതുപോലെ കുത്തി ആ ഒരു ത്രെഡിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കാം. ഇതുപോലെ നമുക്ക് ഈ ഒരു സൈഡ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഏറ്റവും മുകളിലെത്തുമ്പോൾ നമ്മളിതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ നീഡിലിനെ താഴേക്കൊന്ന് കുത്തിയിറക്കാം. എന്നിട്ട് നമ്മളതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതും ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്തത് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം നോക്കാം. ഫസ്റ്റ് നമുക്കിതിൻ്റെ ഈ ഒരു തണ്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിനായിട്ട് നമ്മൾ സ്റ്റെം സ്റ്റിച്ച് വെച്ചിട്ടാണ് കേട്ടോ അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതാ ഇതുപോലെ സ്റ്റെം സ്റ്റിച്ച് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിലെ ലൈൻസ് ഒക്കെ ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിതാ ഇതും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്തത് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇതിലെ തണ്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കൗച്ചിങ് സ്റ്റിച്ച് വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഈ ഒരു തണ്ടിൻ്റെ താഴെന്ന് നീഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് പൊക്കിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലെ നീഡിലിൻ്റെ താഴേക്കൊന്ന് കുത്തിയിറക്കാം. ശേഷം നമ്മളിതാ ഇതിൻ്റെ ഇടയിലൂടെയൊക്കെ നമുക്ക് ഓരോ കെട്ടിട്ട് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ലേസി സ്റ്റിച്ച് വെച്ചിട്ട് ഇതിലുള്ള ലീവ്സൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ഇതും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കാം. ഫസ്റ്റ് നമുക്കിതിലെ തണ്ട് ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
തണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ലീവ്സ് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്തത് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കാം. ഫസ്റ്റ് നമുക്ക് കൗച്ചിൻ സ്റ്റിച്ച് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. തണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ലീവ്സ് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കാം. ഇതിനായിട്ട് നമ്മളിതാ ഈ ഒരു ലൈനിൻ്റെ മുകളിലായിട്ട് ഇതുപോലത്തെ ഒരു സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ പെൻസിലും വെച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ചെറിയ ലൈൻസ് ആയതുകൊണ്ട് ഈ ഒരു സ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളിതാ ഈ ഒരു ലൈനിൻ്റെ അറ്റത്ത് നിന്ന് ഇതുപോലെ നീഡിൽ ഒന്ന് പൊക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ ആ ഒരു സ്റ്റിക്ക് ആ ഒരു ത്രെഡിൻ്റെ ഉള്ളിൽ ഇതുപോലെ വരുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ നേരത്തെ പൊക്കിയതിൻ്റെ അടുത്തേക്കായിട്ടുണ്ട് നീഡിലിനെ താഴേക്കൊന്ന് കുത്തിയിറക്കാം. ഇതുപോലെ നമുക്കൊരു 4 പ്രാവശ്യം ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതാ 4 പ്രാവശ്യം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റിക്കിനെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതൊരു പതിയെ ഒന്ന് പുറത്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഒരു ലൈനിൻ്റെ താഴേന്ന് ഇതുപോലെ നീഡിലിനെ ഒന്ന് പൊക്കിയെടുക്കാം. അധികം വലിക്കാതെ വേണം കേട്ടോ ചെയ്തെടുക്കാൻ. എന്നിട്ട് നമ്മളിതാ ഈ ഒരു ത്രെഡിൻ്റെ ഉള്ളിലൂടെ നീഡിലിനെ ഇതുപോലെ ഒന്ന് കയറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്കിതാ ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ താഴെ ഭാഗത്തൊക്കെ ആക്കിയിട്ട് നീഡിലിനെ താഴേക്കൊന്ന് കുത്തിയിറക്കാം. അപ്പോൾ നമുക്കിതാ ഇതുപോലെ ഒരു ലീഫ് കിട്ടും. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഉണ്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ലീഫ് ഇതുപോലൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.